ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ചിങ്ങമാസം 1-ാം തീയതി മലയാള പുതുവർഷം കൊല്ലവർഷ ആരംഭമാണ്. ഓഗസ്റ്റ് മാസം 17-ാം തീയതി അത് ഇംഗ്ലീഷ് ഡേറ്റാണ്. ചിങ്ങം 1 ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയെയും ഒക്കെ കുറിക്കുന്ന നല്ല നാളുകളുടെ ഒരു സമയമാണ് മുന്നോട്ട്. ചിങ്ങമാസം 1-ാം തീയതി മുതൽ ആ മലയാള പുതുവർഷത്തിൻ്റെ ആരംഭം മുതൽ മുന്നോട്ട് ചില രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു നല്ല അനുഭവം ലഭിക്കുന്ന സമയമാണ്. ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു ഭാഗ്യാനുഭവം, ഈശ്വരാനുഗ്രഹം, ജീവിതത്തിൽ ആഗ്രഹ സാഫല്യമൊക്കെ ലഭിക്കുന്നത് എന്നതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ പറയുന്ന രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെയൊക്കെ ഒന്ന് നോക്കി മുന്നോട്ട് പോകണം. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല. ഒരു രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. നമ്മൾ രാശിയിൽ ഒരു ഫലം പറയുമ്പോൾ അത് ശുഭഫലം, നന്മകളൊക്കെ ലഭിക്കുന്ന ഫലങ്ങൾ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾക്കും സ്വന്തമായിട്ടൊരു ജനന ജാതകമുണ്ട്. ആ ജാതകപ്രകാരം നിങ്ങൾക്ക് നടക്കുന്ന ദശാകാലങ്ങൾ ചിലർക്ക് നല്ല ശുഭഗ്രഹത്തിൻ്റെ ദശയായിരിക്കും, ചിലർക്ക് പാപഗ്രഹത്തിൻ്റെ ദശ, ചിലർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമുള്ള ഗ്രഹത്തിൻ്റെ ദശ. ഇതിനെയൊക്കെ കൂടെ അടിസ്ഥാനമാക്കിയാണ് ആ രാശിയിൽ ഗോചരത്തിൽ ഗ്രഹങ്ങളൊക്കെ നല്ല രീതിയിൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഗുണഫലങ്ങളിൽ ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നത് എന്നും മനസ്സിലാക്കുക. അതിനാലാണ് ഓരോ വീഡിയോയിലും സ്വന്തം ജനന ജാതകം കൂടെ നോക്കി മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്. അങ്ങനെ ജാതകം നോക്കുമ്പോൾ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ല സമയം, രാശിയിൽ കൂടെ ഗ്രഹങ്ങൾ നല്ല രീതിയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് ഗുണഫലങ്ങളും അനുഭവത്തിൽ വരും. ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും നമ്മളെ അത്രമേൽ സ്വാധീനിക്കുമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. മലയാള കൊല്ലവർഷം ചിങ്ങം 1 മുതൽ നാളെ ചിങ്ങമാസം 1-ാം തീയതിയാണ്. നാളെ മുതൽ ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് വളരെ വലിയ മാറ്റങ്ങൾ, ഈശ്വരാനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യങ്ങളും നന്മകളും നേട്ടങ്ങളും ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ കാലത്തിൻ്റെ ആരംഭമാണ് ഇതെന്ന് മനസ്സിലാക്കുക. മേടം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ചും ഭാഗ്യാനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വന്നു ചേരും. പലർക്കും പല തരത്തിലായിരിക്കും ആ ഒരു ഭാഗ്യാനുഭവങ്ങൾ അനുഭവത്തിൽ വരിക എന്നുള്ളതാണ്. ഭാഗ്യാനുഭവം, ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. മേടം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് പറയുമ്പോൾ ചിലരെ സംബന്ധിച്ച് വളരെ നല്ലൊരു ജോലി ലഭിക്കുന്നത് മൂലം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം. ചിലർക്ക് അവർ ആഗ്രഹിച്ചതുപോലെ സ്വന്തമായി ഭൂമി ലഭിക്കുക, ഭൂമി വാങ്ങുക, ഗൃഹനിർമ്മാണം നടത്തുക, അങ്ങനെയുള്ള ഭാഗ്യാനുഭവങ്ങൾ. അതുപോലെ ഒരുപാട് കാലങ്ങളെ ആഗ്രഹിച്ച നല്ലൊരു മംഗല്യ ഭാഗ്യം ലഭിക്കുന്നതും, അതുപോലെ സന്താന ഭാഗ്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ആ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് വന്നു ചേരുന്നത്. എല്ലാ തരത്തിലും ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലമാണ് മേടം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ചിങ്ങം 1 മുതൽ അനുഭവത്തിൽ വരുന്നത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട സാമ്പത്തികപരമായിട്ടുള്ളൊരു നേട്ടം, മുന്നേറ്റം തന്നെയാണ്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു മേടം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അതിനെയൊക്കെ മറികടക്കത്തക്ക രീതിയിൽ നല്ലൊരു സാമ്പത്തിക ഉയർച്ച, നല്ലൊരു മുന്നേറ്റം നിങ്ങൾക്ക് ലഭിക്കും. ഈശ്വരാനുഗ്രഹം, ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന ഏറ്റവും നല്ലൊരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അവരവരുടെ കുടുംബത്തിലൊക്കെ വളരെ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയം, കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, അതുപോലെ ഗൃഹപ്രവേശം, സന്താന ഭാഗ്യം, ഇങ്ങനെ ഒരുപാട് നന്മകളാണ് ലഭിക്കുക. പലരെയും സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഒരുപാട് കാലങ്ങളായി നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ചിരുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന സമയമാണ് ചിങ്ങം 1 മുതൽ. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നിട്ടിറങ്ങി പരിശ്രമിച്ചോളൂ. ആ പരിശ്രമങ്ങൾക്കൊക്കെ പൂർണ്ണ ഫലം ലഭിക്കുന്ന സമയം. അത്രമേൽ ഈശ്വരാനുഗ്രഹമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കുട്ടികളുടെ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ഒരുപാട് നന്മകൾ, നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം. അത്രമേൽ സമയം മേടം രാശിക്കാർക്ക് അനുകൂലമാണ്. നിങ്ങൾ ആഗ്രഹിച്ച, മനസ്സിലാഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രാവർത്തികമാകുന്ന അങ്ങനെ ഒരു അനുഭവം ലഭിക്കുന്ന സമയമാണ്. അത്രമേൽ ഈശ്വരാനുഗ്രഹമുണ്ട്. ഈ ഒരു സമയം മേടൻ രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും
ആദ്യം പറഞ്ഞതുപോലെ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മേടം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സമയം കാലം എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ, സാമ്പത്തിക മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. ചിങ്ങം 1 മുതൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് നന്മകളാണ് അനുഭവത്തിൽ വരിക. നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതും അതുപോലെ ബിസിനസ്സിലൊക്കെ നല്ല മാറ്റങ്ങൾ, നേട്ടങ്ങൾ ലഭിക്കുന്നതും ഇത്രയും നാളും നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ഒരു സാമ്പത്തിക മുന്നേറ്റം, ഒരു ധനവരവാണ് നിങ്ങൾക്ക് ഈ ഒരു ചിങ്ങമാസം 1 മുതൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരിക. ഇത്രയും നാളൊരു സമ്പാദ്യം എന്നൊരു വാർത്ത പോലും കേൾക്കാതിരുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സമ്പാദ്യത്തിനുള്ള ഒരു സമയത്തിൻ്റെ ആരംഭം തന്നെയാണ് ഇത്. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും വളരെയധികം കാര്യക്ഷമമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം. ജീവിതത്തിൽ അത്രമേൽ നല്ല മാറ്റങ്ങൾ, നന്മകൾ, ഗുണഫലങ്ങളാണ് ലഭിക്കുന്നത്. കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും കാലാകാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പലതരത്തിലുള്ള ഭാഗ്യങ്ങൾ, നന്മകൾ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ പരിശ്രമിക്കുന്ന ഏത് കാര്യത്തിനാണോ ഇറങ്ങിത്തിരിക്കുന്ന ആ പരിശ്രമങ്ങൾക്ക് 100ൽ 100% പൂർണ്ണ ഫലം ലഭിക്കുന്ന സമയമാണ്. നല്ല രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റമാണ് ചിങ്ങം 1 മുതൽ ഓരോരുത്തർക്കും അനുഭവത്തിൽ വരിക. കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ നിന്നുള്ള എല്ലാ നെഗറ്റീവുകളും വിട്ടുമാറുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. അതായത് കടബാധ്യതകൾ അലട്ടുന്ന കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് ആ കടബാധ്യതകളിൽ നിന്നുള്ള മോചനമാണ്. ആ കടബാധ്യതകൾ പരിഹരിക്കത്തക്ക തരത്തിൽ നല്ല രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റം, ധനം വന്നു ചേരുന്ന സമയം. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള എതിർപ്പുകളോ ശത്രുതകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകുന്ന സമയം. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ കൂടെ കഷ്ടപ്പെടുന്ന കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറി അവരവരുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം, ഉന്മേഷം വന്നു ചേരുകയും പഴയതുപോലെ ജീവിതത്തിൽ എല്ലാ രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയവുമാണ്. കേസ് വഴക്കുകൾ, മറ്റുള്ള പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കും ഏറ്റവും അനുയോജ്യമായ സമയം. അങ്ങനെയുള്ള കേസ് വഴക്കുകൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ലഭിക്കുന്ന ഒരു കാലം, ഒരു സമയം തന്നെയാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാളും അനുഭവിച്ചു വന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഒരു നല്ല മാറ്റം, മോചനമാണ്. അത്രമേൽ ഈശ്വരാനുഗ്രഹം ഭാഗ്യമാണ്. ഈശ്വരാനുഗ്രഹം ഭാഗ്യമെന്നുള്ളത് അവരവരുടെ ജീവിതത്തിൽ സ്വയം അനുഭവിച്ചറിയുന്ന പല നിമിഷങ്ങളും, അവസരങ്ങളും നിങ്ങൾക്ക് ചിങ്ങം 1 മുതൽ അനുഭവത്തിൽ വരും. ഒരിക്കലും ജീവിതത്തിൽ നടക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച പല കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് അത് ജീവിതത്തിൽ നടക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. അത്രമേൽ ഈശ്വരാനുഗ്രഹം ഭാഗ്യമാണ്. ചെയ്യുന്ന ജോലി, കർമ്മ മേഖലകളിലൊക്കെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. ബിസിനസ്സൊക്കെ ചെയ്യുന്ന കർക്കിടകം രാശിക്കാർക്കും വളരെ നല്ല സമയമാണ്. അതുപോലെ അനുയോജ്യമായ മംഗളകരമായ ദാമ്പത്യം, വിവാഹ ജീവിതം വന്നു ചേരും. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറുന്ന സമയം. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ പുരോഗതി. ഏറ്റവും എടുത്തു പറയേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് ധനപരമായ, സാമ്പത്തികപരമായ ഒരു മുന്നേറ്റം തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരും. പലർക്കും പലതരത്തിലായിരിക്കും ആ ഒരു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നത് എന്നുള്ളതാണ്. കടബാധ്യതകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവർക്ക് എത്ര വലിയ കടബാധ്യതകൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ പരിഹരിച്ച് ആ കടമൊക്കെ വീട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തീർച്ചയായിട്ടും അനുഭവത്തിൽ വരുന്ന സമയമാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ് ചിങ്ങം 1 മുതൽ. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ഇരുട്ടുകളും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വിട്ടൊഴിഞ്ഞ് ഈശ്വരാനുഗ്രഹം, ആ സൂര്യപ്രകാശം ജീവിതത്തിലേക്ക്, ആ വെളിച്ചം വീശുന്ന സമയമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലരും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം.
ഓരോ മനുഷ്യനും വിവിധതരം പ്രശ്നങ്ങളാണ്, വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്. അത് എന്തു തന്നെ ആയാലും നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ, അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. സ്വന്തം കുടുംബാംഗങ്ങളുടെ ഇടയിൽ ദാമ്പത്യ ജീവിതത്തിൽ മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഈ ചിങ്ങം 1 മുതൽ കർക്കിടകം രാശിയിൽപ്പെട്ട പലർക്കും സ്വന്തമായി ഭൂമിയോഗം, ഗൃഹയോഗമൊക്കെ വന്നു ചേരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമയം, കാലത്തിൻ്റെ ആരംഭമാണ്. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തൂ. നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകൂ. ഈ സമയം കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകൂ. അത് വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ നൽകും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്മകൾ, ഈശ്വരാനുഗ്രഹങ്ങൾ, സൗഭാഗ്യങ്ങൾ ചിങ്ങം 1 മുതൽ അനുഭവത്തിൽ വരുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും അധികം നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ് ചിങ്ങം 1 മുതൽ അനുഭവത്തിൽ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ചിങ്ങം 1 മുതൽ മുന്നോട്ടുള്ള സമയം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധി കാലഘട്ടം എന്ന് തന്നെ പറയാം. അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ പലതരത്തിലായിരിക്കും ആ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. അത്രമേൽ നന്മകൾ, അത്രമേൽ ഗുണഫലങ്ങളാണ്. സാമ്പത്തികപരമായിട്ട് വളരെ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയവും അതുപോലെ തന്നെ സമ്പാദ്യം ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് ചിങ്ങം 1 മുതൽ മുന്നോട്ടുള്ള സമയം സ്വന്തമായി ഭൂമിയോഗം, ഗൃഹയോഗം തീർച്ചയായും അനുഭവത്തിൽ വരുന്ന സമയമാണ്. കാലാകാലങ്ങളിൽ ആഗ്രഹിച്ചിരുന്ന സ്വന്തമായൊരു ഭവനം എന്നത് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. അത്രമേൽ ഐശ്വര്യം, ഈശ്വരാനുഗ്രഹമാണ് ചിങ്ങം രാശിക്കാർക്ക്. സ്വന്തമായി ഭൂമി, ഗൃഹയോഗം, വണ്ടി, വാഹന യോഗങ്ങൾ ലഭിക്കുന്ന സമയം. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, മാറ്റങ്ങൾ, അവരവരുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് മംഗളകരമായിട്ടുള്ള അവസരങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. സന്താന ഭാഗ്യം, സന്താനങ്ങൾക്ക് നേട്ടം, ഇതൊക്കെ ലഭിക്കുന്ന സമയം. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമി, സ്വത്തൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കാലമാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുക. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും കർമ്മത്തിൽ വളരെയധികം നേട്ടങ്ങൾ. സ്വന്തമായൊരു ജോലി ചെയ്യുന്നവർക്ക് ആ ജോലിയിൽ ഏറ്റവും ഉയർന്ന പദവിയിൽ എത്തിച്ചേരുക, നല്ല പദവി മാറ്റം, ഇടം മാറ്റമൊക്കെ ലഭിക്കുന്ന സമയം. പലരെയും സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന ഒരു സർക്കാർ സർവീസിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന, ഒരു സർക്കാർ ജോലി ലഭിക്കുന്ന, യൂണിഫോം ജോലികളൊക്കെ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് ആരംഭിച്ചിരിക്കുന്നത്. ചിങ്ങം രാശിയുടെ അധിപൻ തന്നെ സൂര്യനാണ്. നിങ്ങളെ സംബന്ധിച്ച് രാജഗ്രഹമായ സൂര്യൻ്റെ രാശിയിൽ ജനിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർമ്മത്തിൽ കൂടെ ഏറ്റവും ഉയരാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ ആരംഭിക്കാനായിട്ട് പോകുന്നത് തന്നെ. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. സ്വന്തമായി ഒരു ജോലി, ബിസിനസ് ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച്, ബിസിനസ് ചെയ്യുന്ന വ്യക്തികളെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ വളരെ നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ, നല്ല നേട്ടങ്ങൾ അനുഭവത്തിൽ വരും. സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ച, ഉന്നതി തീർച്ചയായിട്ടും വന്നു ചേരുന്ന സമയം. ചിങ്ങം രാശിക്കാരായ ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഒരുപാട് കാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയം കൂടിയാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിച്ച് ശരീരത്തിനും മനസ്സിനും ഒരു പൂർണ്ണ ആരോഗ്യം, ഉന്മേഷമൊക്കെ വന്നു ചേരുന്ന സമയം. മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ധനം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണിത്. ധനമെന്ന് പറയുമ്പോൾ അത് പല രൂപത്തിലായിരിക്കും ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതും. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിച്ച് നല്ലൊരു വിവാഹ, ദാമ്പത്യ, കുടുംബജീവിതം, അതുപോലെ സന്താന ഭാഗ്യത്തിനായിട്ട് ഒരുപാട് കാലങ്ങളായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഈശ്വരൻ നൽകുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭവുമാണ്. സന്താനങ്ങൾക്ക് ഒരുപാട് നന്മകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരുടെ കുട്ടികൾക്ക് നല്ലൊരു ജീവിതം, ഭാവി ഉണ്ടാകുന്നത് കാണുവാനും സന്തോഷിക്കുവാനും പറ്റുന്ന സമയം. അവരവരുടെ സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവ യോഗമുള്ള കാലവുമാണ്. ദാമ്പത്യ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് കടബാധ്യതകളിൽ നിന്നും, എതിർപ്പുകളിൽ നിന്നും, ശത്രുതകളിൽ നിന്നുമൊക്കെയുള്ള ഒരു മോചനം തന്നെയാണ് ഈ ഒരു പുതുവർഷക്കാലം നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങളാണ് ഈ ഒരു കാലം, ഈ ഒരു സമയം ചിങ്ങം രാശിക്കാർക്ക് നൽകുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക.
സ്വന്തം ജനന ജാതകം കൂടെ ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ആ ജാതകവശാലുള്ള ബുദ്ധിമുട്ടിനും ഒരു മാറ്റമൊക്കെ ഉണ്ടായാൽ നിങ്ങൾക്ക് ചിങ്ങം 1 മുതൽ മുന്നോട്ടുള്ള ആ ഒരു പുതുവർഷക്കാലം ഒരുപാട് ഈശ്വരാനുഗ്രഹം, നന്മകൾ, നേട്ടങ്ങൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ പറയാറില്ലേ, പ്രവചനാതീതമായ നല്ല മാറ്റങ്ങൾ, മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കുന്ന നല്ല സമയം, നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഓരോരുത്തരും ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തൂ. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിങ്ങം 1 മുതൽ മലയാള കൊല്ലവർഷം പുതുവർഷ ആരംഭം മുതൽ എല്ലാ ഐശ്വര്യങ്ങളും, നന്മകളും, സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കന്നിരാശിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു പുതുവർഷമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് നന്മകളാണ് ഈ ഒരു പുതുവർഷക്കാലം കന്നിരാശിക്കാർക്ക് നൽകുന്നത്. കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല ഗുണാനുഭവങ്ങൾ, നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് കന്നിരാശിക്കാർക്ക് എടുത്തു പറയേണ്ടത് സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ വിട്ടൊഴിയുന്ന ഒരു പുതുവർഷക്കാലത്തിൻ്റെ ആരംഭമാണ് എന്നുള്ളതാണ്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെയോ പ്രശ്നങ്ങളിൽ കൂടെയോ കടന്നു പോകുന്നവരാകട്ടെ നിങ്ങൾ, അതിനെയൊക്കെ മറികടക്കാൻ തക്ക തരത്തിലുള്ള ഒരു മാർഗം, ഒരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്ന ഈശ്വരാനുഗ്രഹമുള്ള ഒരു സമയമാണ്. ചിങ്ങം 1 മുതൽ എല്ലാവരും ഐശ്വര്യം, ധനധാന്യം, സമ്പൽ സമൃദ്ധി ഒക്കെയാണ് ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നത്. അത് പൂർണ്ണമായി ലഭിക്കുന്ന ഒരു രാശിക്കാരാണ് നിങ്ങൾ കന്നിരാശിക്കാർ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം തീർച്ചയായിട്ടും വന്നു ചേരും. അവരവർ ചെയ്യുന്ന ജോലി അതെന്താണോ ആ ജോലിയിലൊക്കെ നല്ല മുന്നേറ്റവും നല്ല മാറ്റങ്ങളും അതുമൂലം നല്ല ധനവരവും ലഭിക്കുന്ന സമയം. കന്നിരാശിയിൽപ്പെട്ട സ്വന്തം തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കും അതിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ, മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയം. അതുപോലെ നിങ്ങൾ ഒരുപാട് കാലങ്ങളായി ആർക്കെങ്കിലും പണമൊക്കെ കൊടുത്ത് ലഭിക്കാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൈകളിൽ നിന്ന് നിങ്ങൾ കൊടുത്ത പണം നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയത്തിൻ്റെ, ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുക. അതുപോലെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി വിൽക്കാനായിട്ട് ഉദ്ദേശിച്ച് ഒരുപാട് തടസ്സങ്ങൾ മൂലം അത് വിൽക്കാൻ സാധിക്കാതിരുന്ന ഭൂമി ഒക്കെ വിറ്റുമാറുക. ആ ഭൂമി വിറ്റ് ലഭിക്കുന്ന പണം പല പ്രശ്നങ്ങൾക്കും പരിഹാരമാവുക. ഇതിനൊക്കെയുള്ളൊരു കാലം, ഒരു സമയമാണ്. പൊതുവേ കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് നന്മകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ സമയം നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അധികം ലഭിക്കുന്ന ഒരു സമയമാണ് ചിങ്ങം 1 മുതൽ ആരംഭിക്കുന്നത്. ഭാഗ്യാനുഭവം എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും. ചിലർ കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു നല്ല ഒരു പൊസിഷനിൽ ജീവിതത്തിൽ എത്തിച്ചേരുന്ന ഒരു സമയം, കർമ്മത്തിൽ നല്ല ഉയരുന്ന സമയം, നല്ലൊരു ജോലി ലഭിക്കുന്ന സമയം, ജോലിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, ബിസിനസ്സിൽ ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന സമയം. അതുപോലെ തന്നെ സ്വന്തമായി ഭൂമി, ഗൃഹയോഗം കന്നിരാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ് ഇത്. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയവും കൂടിയാണ്. ഒരുപാട് നന്മകൾ, ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി എന്നാൽ അനുയോജ്യമായ മംഗളകരമായിട്ടുള്ള വിവാഹം വന്നു ചേരുക. ദാമ്പത്യ കുടുംബജീവിതത്തിൽ സ്വസ്ഥത, സുഖം, സമാധാനം, സന്തോഷം. കന്നിരാശിയിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു നല്ല സമയമാണ്. കുടുംബത്തിൽ തന്നെ ഒരു മംഗളകരമായിട്ടുള്ള അന്തരീക്ഷം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക്, സന്താനങ്ങൾക്കൊക്കെ നല്ല നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ്. കുട്ടികളുടെ മംഗല്യം നടക്കുന്ന സമയവും. പൊതുവേ കന്നിരാശിയിൽപ്പെട്ട നിങ്ങളെ ഓരോരുത്തരെയും സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഒക്കെ വന്നു ചേരുന്ന ഒരു കാലമാണ്, ഒരു സമയമാണ് നിങ്ങൾക്ക് ആരംഭിക്കാൻ പോകുന്നത്. ഈ സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. കന്നിരാശിക്കാരെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് പൂർണ്ണമായി വിട്ടുമാറും. കുടുംബത്തിലെ സന്തോഷം, സമാധാനം, നിങ്ങളുടെ വാക്കിന് തന്നെ കുടുംബത്തിലും കുടുംബാംഗങ്ങളുടെ ഇടയിലും എല്ലായിടത്തും ഒരു മതിപ്പും ഒരു വിലയും ലഭിക്കുന്ന സമയമാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല തരത്തിലായിരിക്കും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരുന്നത്. വിദേശ ജോലി ഭാഗ്യം ഒക്കെ വന്നു ചേരുന്ന വളരെ ഉത്തമമായ സമയമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച്.
ഈ ഒരു സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വളരെ മംഗളകരമായിട്ടുള്ള മാറ്റം, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. ഈ ഒരു സമയം കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ നോക്കി മുന്നോട്ട് പോയാൽ അത് വളരെ ഉത്തമമാണ്. ജാതകത്തിനും നടക്കുന്ന ദശാകാലത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. മലയാള കൊല്ലവർഷം ആരംഭിക്കുമ്പോൾ കന്നിരാശിക്കാരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ അനുഭവത്തിൽ വരും. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു പുതുവർഷക്കാലം ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വൈശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾ കുറേ കാലങ്ങളായി ജീവിതത്തിൽ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്ന സമയത്തിൻ്റെ, കാലത്തിൻ്റെ ആരംഭമാണ് ചിങ്ങം 1 മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിക്കുന്ന ഒരു സമയം. ഈശ്വരാനുഗ്രഹം കൊണ്ട്, ആ ഒരു ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുന്ന സമയം. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത്, കുറേ കാലങ്ങളായി നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന, നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിന് ഒരു മോചനം ലഭിക്കുന്ന സമയമെന്നുള്ളതാണ്. മനസ്സിന് ഇത്രയും നാൾ ബാധിച്ചിരുന്ന ആ ഒരു ഭാരം നിങ്ങളെ വിട്ടുമാറുക, മനസ്സിനൊരു സന്തോഷം, സമാധാനം, സുഖം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭിക്കുക എന്നുള്ളതും, അകാരണമായി അലട്ടിയിരുന്ന ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, ഉത്കണ്ഠ, ആശയക്കുഴപ്പങ്ങൾ ഇതൊക്കെ വിട്ടുമാറുന്ന സമയം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മനസ്സിന് തന്നെ നല്ല ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം ലഭിക്കത്തക്ക തരത്തിലുള്ള നല്ല നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭം തന്നെയാണ് ഇത്. അത്രമേൽ ഈശ്വരാനുഗ്രഹം, നന്മകളാണ്. കുറച്ചധികം കാലങ്ങളായി സുഖാനുഭവങ്ങൾക്ക് ഒരുപാട് തടസ്സം നേരിട്ടിരുന്ന വ്യക്തികളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട പലരും. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ചൊരു സുഖാനുഭവങ്ങൾ, നന്മകൾ ലഭിക്കുന്ന സമയം. ഭൂമി സംബന്ധമായിട്ട്, ഗൃഹസംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് സംബന്ധിച്ച കടബാധ്യതകളൊക്കെ വിട്ടുമാറുന്ന സമയം. പലർക്കും ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന സ്വന്തമായൊരു ഭൂമി എന്നുള്ളൊരു സ്വപ്നം, സ്വന്തമായ ഗൃഹം എന്നുള്ള സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയമാണ്. വസ്തു സംബന്ധം, ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്ന സമയത്തിൻ്റെ, കാലത്തിൻ്റെ ആരംഭമാണ്. എല്ലാ തരത്തിലും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ, നന്മകളാണ്. ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മാറ്റം ലഭിക്കുന്ന നല്ലൊരു സുവർണ്ണ കാലം എന്ന് തന്നെ വൃശ്ചികം രാശിക്കാരുടെ ഈ ഒരു സമയത്തിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അത്രമേൽ നല്ല അനുഭവങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുന്നത്. ഒരുപാട് കാലങ്ങളായി സുഖാനുഭവങ്ങൾ എന്തെന്നറിയാത്ത വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് മാനസികമായിട്ട്, ശാരീരികമായിട്ടും സുഖം, സന്തോഷം അനുഭവത്തിൽ വരുന്നതാണ്. സാമ്പത്തികപരമായുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ്. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മത്തിലൊക്കെ നല്ല ഉയർച്ച, മാറ്റങ്ങൾ, അതുമൂലം ധനവരവ് വന്നു ചേരുന്ന സമയവും. ഈശ്വരാനുഗ്രഹം വളരെയധികം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്തിൻ്റെ, കാലത്തിൻ്റെ ആരംഭവുമാണ്. പൂർവിക വഴിയിൽ ലഭിക്കേണ്ട ഭൂമിയോ സ്വത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വന്നു ചേരും. അവരവരുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ആവലാതി അല്ലെങ്കിൽ വേവലാതി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ മാനസിക സംഘർഷങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ സന്താനങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിൽ നന്മകൾ ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭം. സന്താനങ്ങളെക്കൊണ്ട് സുഖം, സന്തോഷം അനുഭവിക്കാൻ പറ്റുന്ന സമയവും. ഒരുപാട് കാലങ്ങളായി സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് അതിന് യോഗമുള്ള കാലത്തിൻ്റെ, സമയത്തിൻ്റെ ആരംഭവുമാണ്. പ്രധാനമായിട്ടും വൃശ്ചികം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാവിനൊക്കെ, ആ മാതാവ് മൂലം നന്മകളൊക്കെ ലഭിക്കുക, മാതാവുമായിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും അകൽച്ചകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ വിട്ടുമാറുക, അങ്ങനെയുള്ള സമയവും കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. കുടുംബത്തിൽ തന്നെ നല്ല മംഗളകാര്യങ്ങൾ, ശുഭകാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയം. വിവാഹം, ഗൃഹപ്രവേശം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള ഏറ്റവും നല്ല സമയമാണ്. കുടുംബത്തിൽ സന്തോഷം, സുഖം, സമാധാനം ലഭിക്കുക, നിങ്ങളുടെ വാക്കിന് മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന ഒരു നേരം, ഒരു കാലം തന്നെയാണ് മുന്നോട്ടുള്ളത്. എടുത്തു പറയേണ്ടത്, ഏത് തരത്തിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന വൃശ്ചികം രാശിക്കാരാണെങ്കിലും നിങ്ങൾക്കതിലൊക്കെ ഒരു നല്ല മാറ്റം, ഒരു ഗുണഫലം, നേട്ടങ്ങൾ ലഭിക്കും. സ്വന്തം തൊഴിലിൽ നിന്ന് ഒരു നല്ലൊരു വരുമാനം വരിക, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അതിലൊക്കെ നല്ല മാറ്റം, ഗുണഫലങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. പൊതുവേ ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന സമയം.
വൃശ്ചികം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് എടുത്തു പറയണമെങ്കിൽ വിവാഹ കാര്യങ്ങൾ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, നിങ്ങൾക്ക് ആഗ്രഹമുള്ള രീതിയിൽ നല്ല അനുയോജ്യമായ ഒരു വിവാഹ ജീവിതം, ഒരു അനുയോജ്യനായ ഒരു പങ്കാളിയെ ലഭിക്കുന്ന സമയമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ പരസ്പരം ഒരു അന്യോന്യം, ഒരു സ്നേഹം, സന്തോഷമൊക്കെ അനുഭവത്തിൽ വരികയും ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കൊരു മാറ്റം ലഭിക്കുന്ന സമയവുമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം വളരെയധികമുണ്ട്. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, മാറ്റങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. അതുപോലെ വിദേശ ജോലി ഭാഗ്യവും വിദേശവാസ കാലവുമൊക്കെയാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ളത്. ഈ ഒരു സമയത്തെ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകപ്രകാരമുള്ള ദശാകാലങ്ങളും മറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതും ഉചിതമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിങ്ങം 1 മുതൽ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, മാറ്റങ്ങൾ, യോഗഫലങ്ങൾ അനുഭവത്തിലേക്കും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്കാണ് ഈ ചിങ്ങം 1 മുതൽ ജീവിതത്തിൽ ഏറ്റവും അധികം നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. ഒരുപാട് വർഷക്കാലത്തെ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ഒരു മോചനമാണ് നിങ്ങളെ തേടിയെത്തുന്നത് എന്ന് തന്നെ പറയാം. മകരം രാശിക്കാരായ ഓരോ വ്യക്തികളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, അത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, സാമ്പത്തിക ബാധ്യതകൾ, കടബാധ്യതകളാകാം, ആശുപത്രിവാസങ്ങൾ, മറ്റ് ബുദ്ധിമുട്ടുകളാകാം, ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളാകാം, അനുഭവിച്ചു വന്ന പക, വിദ്വേഷം, എതിർപ്പുകൾ, മറ്റുള്ളവരാൽ കബളിപ്പിക്കപ്പെടുക, വഞ്ചിതരാവുക, നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുത്ത് അപമാനിതരായി നിൽക്കേണ്ട ഒരു സാഹചര്യം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് വേണ്ടപ്പെട്ടവരെന്ന് വിശ്വസിച്ച് അവർക്ക് വേണ്ടി ജീവിച്ച് അവരിൽ നിന്ന് തന്നെ ഒരു പുറന്തള്ളൽ അനുഭവിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അവസാനം ഒറ്റപ്പെട്ട് നിൽക്കേണ്ട അവസ്ഥയൊക്കെ പലർക്കും ജീവിതത്തിൽ മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഒരു ഗൃഹനിർമ്മാണം തുടങ്ങി അത് പകുതി വഴിയിൽ പൂർത്തിയാക്കാതെ നിന്നു പോകുന്ന അവസ്ഥ, ജീവിതത്തിൽ നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്ന് കരുതിയിരുന്നവർ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ ഒരനുഭവം, നമ്മൾ പ്രതീക്ഷിച്ചവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ, വിശ്വസിച്ച വ്യക്തികളിൽ നിന്നൊക്കെ ലഭിച്ച ഒരുപാട് അനുഭവങ്ങളാണ് മകരം രാശിക്കാർക്ക് പറയാനുള്ളത്. അവരെ സംബന്ധിച്ച് കാലങ്ങളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് ജീവിതത്തിൽ ഇത്രയും അധികം പോരാട്ടങ്ങൾ നടത്തിയ ഒരു രാശിക്കാർ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു പ്രശ്നം ജീവിതത്തിൽ വന്ന് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ച് അത് നമ്മളെ വിട്ടുമാറുമെന്ന് തോന്നുമ്പോൾ അതുപോലെ മറ്റൊരു പ്രശ്നം, ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഒരേ സമയം അനുഭവിച്ചവർ ധാരാളമാണ്. വളരെ നല്ല നിലയിൽ ജീവിതത്തിൽ ജീവിച്ച് വളരെ പെട്ടെന്ന് ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് വരെ പലതരത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ച മകരം രാശിക്കാരും ധാരാളമാണ്. എല്ലാ തരത്തിലും ദാമ്പത്യ കുടുംബജീവിതത്തിൽ പോരായ്മകൾ, പ്രശ്നങ്ങൾ, വിവാഹമോചനം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ വിവാഹത്തിന് കാര്യങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ തടസ്സം, കാലതാമസം, ബുദ്ധിമുട്ട് എന്ന് വേണ്ട മകരം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയുന്നതാണ് വാസ്തവം. നമുക്ക് ആരാണ് തുണയായിട്ടുള്ളത്, നമുക്ക് ആരാണ് ഗുണം നൽകുന്ന വ്യക്തികൾ, നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരാരാണ് എന്നൊക്കെ ജീവിതത്തിൽ എല്ലാത്തിനെയും പറ്റി വളരെ വ്യക്തമായിട്ട് അറിവുള്ളവരാണ് ഇന്ന് മകരം രാശിക്കാർ. അത്രമേൽ കഷ്ടനഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് വരുന്ന വ്യക്തികൾ തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ചാണ് ചിങ്ങം 1 മലയാള കൊല്ലവർഷം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ, ഏറ്റവും വലിയ നേട്ടങ്ങൾ, ഏറ്റവും വലിയ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. ഓരോന്നായിട്ട് ഞാൻ എടുത്തു പറയുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ജോലിയില്ലാതെ ജോലി നഷ്ടപ്പെട്ടവർ, നല്ല ജോലിയിലൊക്കെ നിന്ന് വളരെ പെട്ടെന്ന് ആ ജോലിയൊക്കെ വിട്ടുമാറി നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരു മേഖലയിലൊക്കെ ജോലി ചെയ്യേണ്ടി വന്നവർ മകരം രാശിയിൽ നിരവധിയുണ്ട്. അതുമൂലമുണ്ടായ മാനസിക സംഘർഷം, ബുദ്ധിമുട്ട്, ബിസിനസ്സിലേറ്റ പരാജയങ്ങൾ, ഇങ്ങനെ കർമ്മ മേഖലയിലാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട്. മകരം രാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ പലരും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും മാറ്റം നൽകുന്ന സമയത്തിൻ്റെ ആരംഭമാണ് കൊല്ലവർഷം, പുതുവർഷം ആരംഭിക്കുമ്പോൾ. അതെല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവത്തിൽ വരും.
ചെയ്യുന്ന ജോലി തൊഴിൽ കർമ്മത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ അതിലൊരു മാറ്റം, പുതിയ ജോലി ലഭിക്കുക, അങ്ങനെയുള്ള ഗുണഫലങ്ങൾ. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുക, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊരു മുക്തി ലഭിക്കുക, ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സന്തോഷം, സുഖം ലഭിക്കുക, സാമ്പത്തികപരമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുക. നിങ്ങൾ കൊടുത്ത പണം വർഷങ്ങൾക്ക് മുൻപേ നിങ്ങൾ പലർക്കും കൊടുത്തിട്ട് ഒരുപാട് പ്രാവശ്യം പുറകെ ചോദിച്ച് നടന്നിട്ട് ലഭിക്കാത്ത പണം നിങ്ങളിലേക്ക് തിരിച്ച് നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക. നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി വിട്ടുമാറുന്ന തരത്തിൽ കർമ്മത്തിൽ കൂടെ ചെയ്യുന്ന ജോലിയിൽ കൂടെ നല്ല മാറ്റം ലഭിക്കും. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക. ഇനി മുന്നോട്ട് ജീവിതമില്ല, ജീവിതം തീർന്നു എന്നൊക്കെ കരുതുന്ന സാഹചര്യത്തിൽ ഇടത്തിൽ നിന്ന് ഒരു പുതിയൊരു ജീവിതമാണ് നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്നത്. എല്ലാത്തിനും മാറ്റമുണ്ടാകും. അനുഭവിച്ചു വന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ദുഃഖ ദുരിതങ്ങൾക്കും മാറ്റം. നിങ്ങളെ സംബന്ധിച്ച് ചിങ്ങം 1 മുതൽ ഓരോ മകരം രാശിക്കാരെ സംബന്ധിച്ചും എല്ലാം നല്ല മാറ്റങ്ങളായിരിക്കും. ചെയ്യുന്ന ജോലി തൊഴിലിൽ മാറ്റം, ആരോഗ്യകാര്യങ്ങളിൽ മാറ്റം, ദാമ്പത്യ ജീവിതത്തിൽ വിവാഹ കാര്യങ്ങളിലൊക്കെ നല്ലൊരു ഈശ്വരാനുഗ്രഹം, പുരോഗതി ഒക്കെ ജീവിതത്തിൽ തന്നെ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമൊക്കെ മറികടന്ന് നിങ്ങൾക്ക് ആ സാമ്പത്തികപരമായിട്ടുള്ള നല്ല നേട്ടങ്ങൾ, ഈശ്വരാനുഗ്രഹമൊക്കെ വന്ന് നിങ്ങളുടെ ജീവിതം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ എന്താണോ അനുഭവിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റ് വിപരീത ഫലമായി ജീവിതത്തിൽ നിങ്ങൾക്കും ഒരു നല്ല കാലം, നല്ല സമയമുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. നിങ്ങളുടെ മനസ്സിന് ഏറ്റവും മുറിവുകൾ മായുന്ന സമയം, ഇത്രയും നാളുണ്ടായിരുന്ന അകാരണമായ ഭയം, ഉത്കണ്ഠ, ആശയക്കുഴപ്പങ്ങൾ വിട്ടുമാറി മനസ്സിന് സന്തോഷം, സുഖം, സമാധാനം വന്നു ചേരും. ശരീരത്തിനും നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പുരോഗതി ലഭിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറുക. മകരം രാശിയിൽപ്പെട്ട എല്ലാ വ്യക്തികൾക്കും അത് പ്രായഭേദമന്യേ അനുഭവത്തിൽ വരുന്ന ഒരു ഗുണാനുഭവമാണ് എന്ന് മനസ്സിലാക്കുക. അത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും കുടുംബ സ്ത്രീകൾക്കാണെങ്കിലും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണെങ്കിലും ഒക്കെ നിങ്ങൾ മകരം രാശിയിൽപ്പെട്ട വ്യക്തിയാണോ നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. സ്വന്തമായി ഭൂമിയോഗം, ഗൃഹയോഗമൊക്കെ ലഭിക്കുന്ന സമയമാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുക. കുടുംബത്തിൽ തന്നെ സന്തോഷം, സമാധാനം, മംഗളകരമായ പല കാര്യങ്ങളും നടക്കുക. അങ്ങനെ മകരം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ, ഈശ്വരാനുഗ്രഹങ്ങൾ വരും. ജീവിതത്തിൽ ഇനി മുന്നോട്ട് എങ്ങനെയെന്നൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന മകരം രാശിക്കാർ സംബന്ധിച്ച് നിങ്ങളൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട. ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങളാണ് ചിങ്ങം 1 മുതൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകവും കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള അറിവ്, ദശാകാലങ്ങൾ സഹിതം മുന്നോട്ടുള്ള ആ ഭാവിയെപ്പറ്റി വളരെ വ്യക്തമായിട്ട് അറിയുവാനും സാധിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും മലയാള കൊല്ലവർഷം ചിങ്ങം 1 ആരംഭിക്കുമ്പോൾ മുന്നോട്ടങ്ങോട്ട് ഉള്ള കാലം, സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉയരാനും നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച എല്ലാ ദുഃഖ ദുരിത കഷ്ടതകളിൽ നിന്നും മോചനം ലഭിക്കുന്ന, മനസ്സിനും ശരീരത്തിനുമൊക്കെ സന്തോഷം, സുഖം, സമാധാനം നൽകുന്ന തരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാലമാണെന്ന് മനസ്സിലാക്കുക. എല്ലാ വിഷമങ്ങളും മാറ്റിവെച്ച് അതിപരാശക്തിയെ അമ്മയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകൂ. അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും എല്ലാം ഈ ചിങ്ങം 1 മുതൽ അനുഭവത്തിൽ വരും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരിരുട്ടായ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് ഓരോ തരത്തിലാണ് പല ബുദ്ധിമുട്ടുകളും. ചിലർക്ക് പെട്ടെന്ന് ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയ അനുഭവം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ബിസിനസ്സോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ പെട്ടെന്നൊരു വീഴ്ച, ഒരു പരാജയം സംഭവിക്കുക. അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളോ അപകടങ്ങളോ ആശുപത്രി വാസങ്ങളോ അനുഭവത്തിൽ വരിക. സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു, പെട്ടെന്ന് പല കാര്യങ്ങൾ കൊണ്ടും ഒരു സാമ്പത്തിക പ്രതിസന്ധി, കടബാധ്യതകളിൽ പെട്ടുപോയ അവസ്ഥ. പലരെയും സംബന്ധിച്ച് പല കാര്യങ്ങൾക്കും ബാങ്ക് ലോണിനൊക്കെ സമീപിച്ച് അതുമൂലം ചെറിയ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ. സ്വന്തമായിട്ട് നിർമ്മാണം ആരംഭിച്ച് പകുതി വഴിയിൽ മുടങ്ങിപ്പോയി പല ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലും വിവാഹ കാര്യങ്ങളിലുമൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ. പലർക്കും അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ടു പോയ അനുഭവം, നമ്മൾ ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന പല വ്യക്തികളിൽ നിന്നും നമ്മൾക്കൊരു ദുരനുഭവങ്ങളൊക്കെ ലഭിക്കുക, ഒരു വിശ്വാസ വഞ്ചന, കബളിപ്പിക്കപ്പെടലിനൊക്കെ പാത്രമാവുക.
ആ രീതിയിൽ ഒരു ബുദ്ധിമുട്ട്, അനാവശ്യമായിട്ട് ഒരുപാട് ചിലവുകൾ, 10 രൂപ ലഭിച്ചാൽ 20 രൂപയുടെ ഒരു പാഴ്ചിലവ് വന്നു ചേരുന്ന സാഹചര്യം, ഇങ്ങനെയൊക്കെ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പല കുംഭം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ചും. കടബാധ്യതകൾ കൂടിക്കൂടി വരുന്നു. വരവിനെക്കാട്ടിലും 10 മടങ്ങ് ചിലവെന്നുള്ള രീതിയിലാണ് പലർക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള കടബാധ്യതകൾ, ആശുപത്രിവാസങ്ങളൊക്കെ പലരെയും പല തരത്തിലാണ് ജീവിതത്തിൽ എത്തിച്ചിരിക്കുന്നത്. കുംഭം രാശിയിൽപ്പെട്ട ചില വ്യക്തികൾക്ക് അപ്രതീക്ഷിതമായ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, വിവാഹം കഴിഞ്ഞ് വിരലെണ്ണാവുന്ന മാസങ്ങൾക്കുള്ളിൽ തന്നെ വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തിയ ദമ്പതികളുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാൽ തടസ്സം. അങ്ങനെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യക്തികളാണ് കുംഭം രാശിയിൽപ്പെട്ട പലരും. നിങ്ങളെ സംബന്ധിച്ച് കൊല്ലവർഷം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. പലരെയും സംബന്ധിച്ച് കർമ്മത്തിൽ, ജോലിയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുക. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ ആണെങ്കിൽ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം, നിവർത്തി ലഭിക്കുന്ന സമയം. ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാണ്. അതിനനുസരിച്ചിട്ടുള്ളൊരു സമയം, ഒരു ഭാഗ്യമൊക്കെ ലഭിക്കും. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണമൊക്കെ പുനരാരംഭിച്ച് പൂർത്തിയാക്കാൻ തക്ക തരത്തിലുള്ളൊരു ധനവരുമാനം വന്നു ചേരും. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് കടബാധ്യതകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാൻ തക്ക തരത്തിൽ നിങ്ങൾക്കൊരു സഹായം തീർച്ചയായിട്ടും ഈശ്വരനായിട്ട് നൽകുന്ന ഒരു സമയമാണ്. പലതരത്തിൽ നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരസ്പരം സംസാരിച്ച് തന്നെ ഒരു പരിഹാരം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങൾ ഉണ്ടായിരുന്ന തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് വിട്ടുമാറുന്ന കാലം, സമയമാണ്. പ്രധാനമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളൊക്കെ ഈ ഒരു പുതുവർഷം മുതൽ ആരംഭത്തിൽ വരും. നല്ലതുപോലെ അതിനുവേണ്ടി പരിശ്രമിച്ച് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജാതകത്തിൽ നടക്കുന്ന ദശാകാലങ്ങൾ നിങ്ങളെ വളരെയധികം സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് ആ 7.5 ശനിയുടെ ഒരു കാലത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ജന്മശനി നവംബർ 15 വരെ ശനി വക്രഗതിയിലായതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. മറ്റ് ഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിങ്ങം 1 മുതൽ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾക്ക് സാധ്യതയുള്ളൊരു സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങളതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാലഘട്ടം നിങ്ങൾ കുംഭം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് ജാതകത്തിൽ ഒരു നല്ല ദശാകാലഘട്ടമാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനെയും നല്ല രീതിയിൽ അതിജീവിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങളിൽ വളരെയധികം 10 മടങ്ങായിട്ട് ആ ഗുണഫലങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യും. ദശാകാലം ഏറ്റവും അധികം സ്വാധീനിക്കുന്ന രാശിക്കാരിൽ ഒരുവരാണ് നിങ്ങൾ ഇപ്പോൾ കുംഭം രാശിക്കാർ. അതുകൊണ്ട് ജാതകവും കൂടെ നോക്കി മുന്നോട്ട് പോകുന്ന ഉത്തമമായിരിക്കും. പൊതുവേ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ചിങ്ങം 1 മുതൽ ചെയ്യുന്ന ജോലി, കർമ്മത്തിൽ, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിലുള്ള നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം. ദാമ്പത്യ കുടുംബജീവിതത്തിലെ ആണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുന്ന സമയം. കടബാധ്യതകളൊക്കെ വിട്ടുമാറുക, ലഭിക്കേണ്ട പണം ലഭിക്കുന്ന സമയം. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല സമയം, കാലമാണ് ചിങ്ങം 1 മുതൽ. പലർക്കും ഈ ഒരു സമയം ഭൂമി, ഗൃഹത്തിനുള്ള യോഗവും മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാനും ഒക്കെ സാധിക്കും. ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കൊരു നന്മകൾ ലഭിക്കുന്ന ഒരു പുതുവർഷക്കാലമാണ് ആരംഭിക്കുന്നത്. കൊല്ലവർഷം 1200 ചിങ്ങം 1 മുതൽ. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സമയം, ഈ ഒരു കാലം എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ലഭിച്ച് ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടു മാറി നിങ്ങൾക്കൊരുപാട് സന്തോഷം, സമാധാനം ലഭിക്കുന്ന ഒരു പുതുവർഷക്കാലമാകുമാറാകട്ടെ എന്ന് ഞാൻ ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയോട് പ്രാർത്ഥിക്കുന്നു. നന്ദി.